കുട്ടികളെ ആ ഒരു സംസ്കാരം പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ മലപ്പുറത്ത് ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ വ്യക്തിപരമായിട്ട് ഈ മതം കടിക്കുകയോ മാന്തുകയോ ചെയ്തത് കൊണ്ടല്ല. വ്യക്തിപരമായിട്ട് എനിക്ക് ഈ മതത്തിന്റെ ഒരു കടിയും കൊള്ളേണ്ടി വന്നിട്ടില്ല, മാന്തലും കൊള്ളേണ്ടി വന്നിട്ടില്ല. ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ നാട്ടിൽ നിന്ന്, ഇവിടെ നിന്നൊന്നും എനിക്ക് എൻ്റെ സഹജീവികളായ ഈ മുസ്ലിം വിശ്വാസികളിൽ നിന്ന് ഈ മതപരമായിട്ടുള്ള ഒരു മാന്തും കടിയും കൊള്ളേണ്ടി വന്നിട്ടില്ല. കുടുംബത്തിൽ നിന്നും യാതൊരു ഉപദ്രവവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്നെ ആരും കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലും ഊഷ്മളമായ സൗഹൃദവും ബന്ധവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ കുടുംബജീവിതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് E.A. ജബ്ബാർ എന്ന യുക്തിവാദിയെക്കുറിച്ചാണ്. എന്തിനാണ് ഈ യുക്തിവാദി ജബ്ബാറിനെ കുറിച്ച് മനുഷ്യ കാക്കാൻ ഇങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ലോകത്ത് യുക്തിവാദം വഴി അയാൾ മാത്രമല്ല യഥാർത്ഥത്തിൽ വഴി പിഴച്ചു പോകുന്നത്. കാരണം അയാളുടെ ഈ സന്ദേശങ്ങളെ, അയാളുടെ ഈ വാക്കുകളെ ചിലരെങ്കിലും വിശ്വസിക്കും, ഉറപ്പല്ലേ? കുറച്ചാളുകളെങ്കിലും. നാം എന്ത് നുണക്കഥകൾ പ്രചരിപ്പിച്ചാലും, ഒരു മനുഷ്യനെ പറ്റി നുണക്കഥ പ്രചരിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും എന്താണ് ഗീബൽസിയൻ നുണ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഗീബൽസിയൻ നുണയുടെ പ്രത്യേകത? ഹിറ്റ്ലറുടെ ഒരു മന്ത്രിയായിരുന്നു ഈ ഗീബൽസ്. ഈ ഗീബൽസിൻ്റെ പണി എന്താണ്? നുണ പറയുക എന്നത് മാത്രം. അപ്പോൾ 1000 നുണ പറഞ്ഞാൽ ഒരിക്കലെങ്കിലും അതൊരു സത്യമായി മാറും. ആരെങ്കിലും ഒന്ന് സംശയിക്കും, അല്ലെങ്കിൽ വിശ്വസിക്കും. അപ്പോൾ ഇതായിരുന്നു ഹിറ്റ്ലറുടെ പ്രവൃത്തി. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു ഈ ഗീബൽസ്. അപ്പോൾ എന്നതുപോലെ തന്നെ മതത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ, ഇസ്ലാമിനെ, അവിടെ ഏറ്റവും വലിയ വിശ്വാസ ഗ്രന്ഥമായ, പ്രമാണമായ പരിശുദ്ധ ഖുർആനിനെ, അതോടൊപ്പം തന്നെ ആ പ്രവാചകന്റെ വചനങ്ങളെ ഇത്രയേറെ നിന്ദിച്ചും നിഷേധിച്ചും പരിഹസിച്ചും വ്ലോഗുകൾ ചെയ്യുക മാത്രമല്ല, സദസ്സുകൾ സംഘടിപ്പിച്ചു. തൻ്റെ ജീവിതം ഏകദേശം 70 വയസ്സിലേറെയായ ഈ E.A. ജബ്ബാർ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അദ്ദേഹം ഏറ്റുപറയുന്നുണ്ടത്. ഞാനത് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുകയാണ്. കുടുംബത്തിലുള്ള കുട്ടികളെ ആ ഒരു സംസ്കാരം പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ മലപ്പുറത്ത് ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ വ്യക്തിപരമായിട്ട് അടിക്കുകയോ മാന്തുകയോ. നിങ്ങൾ കണ്ടില്ലേ, അദ്ദേഹം ഇപ്പോൾ മാനസാന്തരം വന്നിരിക്കുന്നു. അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള പ്രവൃത്തികളിൽ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള കുറ്റബോധമുണ്ട്. ഞാൻ ഇതൊരു വ്ളോഗിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ E.A. ജബ്ബാർ ചെയ്തിട്ടുള്ള അഥവാ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ഇപ്പോഴാണ് അദ്ദേഹത്തെ മനസാന്തരപ്പെടുത്തുന്നത് നമുക്കറിഞ്ഞുകൂടല്ലോ. അള്ളാഹു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ എപ്പോഴാണ് പരുവപ്പെടുത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ എപ്പോഴാണെന്ന്. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആ കഥ ഞാനിവിടെ വിവരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ പാഠത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എന്നെ സ്വർഗലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരിഗണിക്കുക എന്നെയാണ്, എന്നെയും എൻ്റെ സമുദായത്തെയുമാണ്. പക്ഷേ എൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഗണിക്കുന്നത് സ്വർഗവസ്ത്രം ധരിപ്പിക്കുക എന്ന കാര്യത്തിൽ. സ്വർഗവസ്ത്രം ഉടുപ്പിക്കുക എന്ന ഒരു ചടങ്ങ് സ്വർഗത്തിലുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. ആ സ്വർഗവസ്ത്രം ഉടുപ്പിക്കുന്നത് എന്നെ ആയിരിക്കില്ല. എല്ലാത്തിനും ഒന്നാം സ്ഥാനത്ത് എന്നെ പരിഗണിച്ച റബ്ബ്, എൻ്റെ ഉമ്മത്തിനെ പരിഗണിച്ച റബ്ബ്, അവിടെ പരിഗണിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിമിനെയാണ്. എന്തുകൊണ്ടെന്നാൽ തൻ്റെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉടുവസ്ത്രം പോലുമില്ലാതെ, നോക്കണം, ആ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ എരിഞ്ഞു തീരാൻ പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒന്നും സംഭവിച്ചില്ല. ഞാൻ പറയുന്നത് അതാണ്. അപ്പോൾ ഇബ്രാഹിമിനെ ധരിപ്പിക്കും. പിന്നീടത് ധരിപ്പിക്കുന്നത് പിന്നീടത് ധരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, പിന്നീട് അത് ധരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ ആയിരിക്കും, പക്ഷേ അതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ. പിന്നീട് അത് ധരിപ്പിക്കുന്നത് ഫിർഔനിൻ്റെ മാരണക്കാരാണ്. ഫിർഔനിൻ്റെ മാരണക്കാരെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം പറയുന്നുണ്ട്.
അവർ കേവലം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മാത്രം വിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നോക്കണം, ആ കുറഞ്ഞ സമയത്ത് മാത്രം വിശ്വസിച്ചിട്ടുള്ളൂ, അല്ലാതെ അള്ളാഹുവിന് വേണ്ടി പണിയെടുത്തിട്ടൊന്നുമില്ല. പക്ഷേ അവരുടെ വിശ്വാസം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, സർവ്വ മുഅ്മിനുകളുടെയും ഈമാൻ തൂക്കിയാൽ ആ ഫിർഔന്റെ മരണക്കാരുടേത് മികച്ചു നിൽക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്താ കാരണം? വിശ്വാസത്തിൻ്റെ ദൃഢതയാണത്. എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിക്കുമായിരുന്നിട്ടും അവർ പറഞ്ഞ വാക്കുണ്ട്. എന്താ പറഞ്ഞത്? കാല ആമന്തുല്ലഹു. നോക്കണം, അവർ പറഞ്ഞു കാലു ആമന്നാ ബി റബ്ബിൽ ആലമീൻ. നോക്കണം, ഒരിക്കലും ഈ മൂസ പ്രവർത്തിക്കുന്നത് മരണമല്ല, മറിച്ച് മൂസായിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മൂസായുടെ റബ്ബിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കാലു ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ. അത് അവരുടെ പ്രഖ്യാപനമാണ്. നോക്കണം, കിയാമം വരുന്ന മനുഷ്യർക്ക് പഠിക്കാനായിട്ട് അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥത്തിൽ അവിടെ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ കുറഞ്ഞ നേരത്തെ ആ പ്രവൃത്തി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ത്യാഗം സഹിച്ചിട്ടില്ല. ജീവിതകാലത്തിൻ്റെ ജീവിതാന്ത്യം വരെ അവർ മാരണത്തിലായിരുന്നു, വഴികെട്ട പ്രവൃത്തിയായിരുന്നു നടത്തിയത്. പക്ഷേ എന്നിട്ടും അവർക്ക് പിന്നീട് ഏറ്റവും സ്വർഗത്തിൽ ഇത്ര മഹിമ കിട്ടിയത്, ഇത്ര മാന്യത കിട്ടിയത് അവിടെ അവസാനം നന്നായി എന്നതാണ്. അവസാനം നന്നാവാനും ചില ഭാഗ്യങ്ങൾ വേണം. അപ്പോൾ ചോദിക്കും, ഫിറൗനും പറഞ്ഞിട്ടുണ്ട് കാലു ആമന്നാ ബി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ വാക്ക് ഫിറൗനും അവൻ്റെ അവസാന സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നിഷേധിച്ച ധിക്കാരിയായതുകൊണ്ട് അവൻ്റെ അവസാനത്തെ പ്രഖ്യാപനത്തിന് പ്രസക്തിയില്ല. അതാണ് ഈ രണ്ടുപേരുടെയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്നതുപോലെ ഈ ജബ്ബാറിന് ഇപ്പോൾ ഇതാ വളരെ വളരെ കുറ്റബോധം വന്നിരിക്കുന്നു. അദ്ദേഹം ഇതാ ചെയ്ത കുറ്റങ്ങളിലൊക്കെ ഇപ്പോൾ ഓരോ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ ആ പാശ്ചാത്താപ ബോധമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതമുണ്ട്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ സമുദായം, അതാണ് ഞാൻ വീണ്ടും പ്ലേ ചെയ്തത്, ഈ സമുദായത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനെ, അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായ ആ പ്രവാചകനെ, അവരുടെ ചങ്കിലെ കരളായ ആ പ്രവാചകനെ, അവരുടെ കണ്ണിലെ കൃഷ്ണമണിയായ ആ പ്രവാചകനെ ഇത്രയേറെ ദുൽമ പറഞ്ഞിട്ടും വൃത്തികേട് പറഞ്ഞിട്ടും ആഭാസകരമായിട്ട് പറഞ്ഞിട്ടും ആ സമൂഹം എന്നോട് പ്രതികരിച്ചിട്ടില്ല, പകരം ചോദിച്ചിട്ടില്ല. എൻ്റെ ഒരു രോമത്തിന് പോലും ഞാൻ എന്നും ജീവിക്കുന്നത് ആ മുസ്ലിമീങ്ങൾക്കിടയിലാണ്. എൻ്റെ കുടുംബ ബന്ധത്തിനോ എൻ്റെ സാമൂഹ്യ ബന്ധത്തിനോ എൻ്റെ മഹല്ലുകാർക്കിടയിലുള്ള ബന്ധത്തിനോ യാതൊരു കളങ്കവും കോട്ടവും അവർ വരുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരു സമുദായവും ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. എന്താ കാരണം? അവരുടെ സമുദായത്തിൻ്റെ, ഇപ്പോൾ ഇതര ഒരു വിഭാഗത്തിൻ്റെ, ഒരു ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്ന് ആ ക്രിസ്തുവിനെ നിന്ദിച്ചുകൊണ്ട്, ആ ക്രിസ്തുവിനെ പരിഹസിച്ചുകൊണ്ട് തുടരെ വാക്കുകളും പ്രവൃത്തികളും വീഡിയോകളും കടന്നു വന്നുകൊണ്ടിരുന്നാൽ അവർക്കിടയിൽ എന്തുണ്ടാകും? പ്രശ്നങ്ങളുണ്ടാകും. ഇങ്ങനെ പറയുമോ? യേശു ക്രിസ്തുവിനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുക? ആ സമൂഹത്തിൽ, ആ സൊസൈറ്റിയിൽ എന്താ സംഭവിക്കുക? വല്ലാത്ത പ്രയാസങ്ങൾ സംഭവിക്കും. കൃഷ്ണനെ നിന്ദിച്ച് സംസാരിക്കുന്ന ഒരു ഹിന്ദുവിന് ആ ഹിന്ദുക്കൾക്കിടയിൽ എന്താണ് സംഭവിക്കുക? ഭയങ്കരമായ പ്രശ്നങ്ങൾ തന്നെയാണ് സംഭവിക്കുക. പക്ഷേ അല്ലേ, പലതും സംഭവിക്കും. ഒന്നുമില്ലാതെ ഇരുന്നിട്ട് പോലും സംഘികൾ എന്തിനാണ് ഇതര മതസ്ഥരായി എന്ന ഒറ്റ കാരണത്താൽ മുസ്ലിം സമുദായത്തെ ഇത്ര ഇരകളാക്കപ്പെടുന്നത്? ആലോചിച്ച് നോക്കൂ. ക്രിസ്തീയ സമൂഹത്തെ ഇത്രയേറെ ഇരകളാക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ മുസ്ലിമീങ്ങൾ അവർക്ക് ഗുണമല്ലാതെ ചെയ്തിട്ടില്ല. മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു പരത്തുന്ന ആ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വികൃതി തരങ്ങൾ. മലപ്പുറത്തെക്കുറിച്ച് പോലും ഏറ്റവും മഹത്തായ മലപ്പുറം എന്നാണ് ആ മലപ്പുറത്തെ അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഈ മലപ്പുറവും പോലും ഫാസിസ്റ്റുകളുടെ കൂടാരമാണ്, അല്ല മുസ്ലിം എന്താ പറയുക, ഭീകരന്മാരുടെ കൂടാരമാണ് എന്ന് പറയുന്ന SNDP-കാരൻ വെള്ളാപ്പള്ളിയും മകനും അതുപോലെ ഇവരൊക്കെ അവർക്കൊന്നും മുസ്ലിങ്ങളെ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അവരിങ്ങനെയൊക്കെ പറഞ്ഞു പരത്തിയാൽ അവരുടെ രാഷ്ട്രീയ ലാഭം, അങ്ങനെയാണ് 4 വോട്ട് കൂടുതൽ വർദ്ധിച്ച് കിട്ടുക എന്ന ലക്ഷ്യം. വേറെ ഒന്നുമില്ല, മനുഷ്യത്വമില്ല, കാരുണ്യമില്ല. അപ്പോൾ ഞാനീ പറയുന്നത് ആ ജബ്ബാറിൻ്റെ അവസാന ഘട്ടത്തിലാണെങ്കിലും, ഞാൻ പറഞ്ഞത് അവസാന ഘട്ടം എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് ഞാൻ വെട്ടിമാറ്റാൻ വേണ്ടി മാർക്കിട്ട് പറഞ്ഞതല്ല. അഥവാ ഒരു 60 വയസ്സ് കഴിഞ്ഞ വയോധികനായി മാറിയിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്കും 63 വയസ്സായിട്ടുണ്ട്. എന്നതുപോലെ തന്നെ മാ ബൈന സിത്തീന വസബിഹീൻ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, മാ ബൈന സിത്തീന, എൻ്റെ
എൻ്റെ പ്രായം 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അതുകൊണ്ട് എൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജബ്ബാറും ഇവിടുത്തെ ലിയാക്കത്തും ഇവിടുത്തെ ആരിഫും ജാമിദയും ഇവിടുത്തെ കൃഷ്ണേട്ടനും ഇവിടുത്തെ മുകുന്ദേട്ടനും നോക്കണം, ഇവിടുത്തെ തോമസ് ഏട്ടനും ഒക്കെ ഉൾക്കൊള്ളുന്നവരാണ് എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞത്. മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. എൻ്റെ സമുദായം എന്ന് പറഞ്ഞത് പ്രവാചകന് ശേഷമുള്ള ആ മനുഷ്യ സമൂഹത്തെക്കുറിച്ചാണ്. അല്ലാതെ ഏതെങ്കിലും ആ നബി എല്ലാവരിലേക്കും വരപ്പെട്ടതാണ്. ഇന്ന അർസൽനാക്ക കാഫത്തൽ ലിന്നാസ്, മനുഷ്യവർഗത്തിലേക്ക് മൊത്തമായിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വർഗത്തിലേക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് വരപ്പെട്ടിട്ടുള്ള ആളല്ല. അതുകൊണ്ടാണ് ആ പ്രവാചകൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് DGP അലക്സാണ്ടർ ജേക്കബ് സാറ് പലപ്പോഴും പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഈ 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും EA ജബ്ബാറിന് അങ്ങേയറ്റം മനപരിവർത്തനം വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ മുസ്ലിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമാണെന്ന്, ഏറ്റവും മാന്യമായിട്ടുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ആ ആരിഫിനെ പോലെയും ജാമിദെ പോലെയുമല്ല അദ്ദേഹം പറയുന്നത്. വളരെ മാന്യമായിട്ടാണ് മുസ്ലിമീങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മലപ്പുറത്തിൻ്റെ മഹിമ പോലും എടുത്തു പറഞ്ഞുകൊണ്ടാണ് EA ജബ്ബാർ എന്ന യുക്തിവാദി പറയുന്ന വാക്കുകൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.